സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. സിന്ദൂരഭാഗ്യം. ഈ രാത്രിയിൽ അവൻ എങ്ങനെ ഈ വീടിന്റെ അകത്തേക്ക് വന്നു? മാധവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് അച്ഛ. ഹരിത പറഞ്ഞു തീരെ മുമ്പ് അവളുടെ മുഖത്ത് മാധവന്റെ കൈ പതിഞ്ഞു. നീ ഇത്രയും തരം താണ് പോയെന്ന് ഞാൻ കരുതിയില്ല. ഈ ചെറ്റത്തരം കാണിക്കാൻ വേണ്ടിയാണോടി ഒരുമ്പെട്ടവളെ നീ നിന്റെ കെട്ടിയോനെയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? നിങ്ങളൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും തല്ലിയാലും ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. നിങ്ങളുടെ നിർബന്ധത്തിന് കൂട്ടുനിന്നല്ലേ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ തയ്യാറായത്. എന്നിട്ട് അയാളുടെ ഭരണം സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചേ മതിയാവും. ഹരിത ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അങ്ങനെ നിന്റെ അഴിഞ്ഞാട്ടമൊന്നും ഈ വീട്ടിൽ നടക്കില്ല, മാധവൻ ദേഷ്യത്തോടെ പറഞ്ഞു. എങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. എനിക്കെൻ്റെ വിവിയുണ്ട്. ഞാൻ അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കും. എൻ്റെ ഇഷ്ടത്തിനെതിരെ നിന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ച നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ വിവിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കും. ഹരിത വീറോടെ പറഞ്ഞുകൊണ്ട് വെറും കൈയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മോളെ. ഗീത വിഷമത്തോടെ വിളിക്കാൻ ആഞ്ഞതും മാധവൻ അവളെ തടഞ്ഞു. വേണ്ട ഗീത, അവൾ എവിടെയാണെന്ന് വെച്ചാ പോട്ടെ. ഏട്ടാ ഏട്ടാ, ഈ രാത്രിയിൽ നമ്മുടെ മോള് അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. അതിന് നമ്മൾ തടസ്സം നിന്നാലും അവൾ ഇറങ്ങിപ്പോവും. ഇല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചതുപോലെ തോന്നിവാസങ്ങൾ ഇനിയും കാണിക്കും. പുകഞ്ഞ കൊള്ളി ഇനി പുറത്തു മതി. ഇനി വീട്ടിനകത്ത് താമസിച്ചുകൊണ്ട് കണ്ടവനെ ഇതിനുള്ളിൽ വിളിച്ചു വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. മാധവൻ പറയുന്നത് കേട്ട് ഒന്നും പറയാൻ കഴിയാതെ ഗീത കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ആഹാ, പിറന്നാളുകാരി രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരിക്കുട്ടിയായല്ലോ. നളിനി പറയുന്നത് കേട്ട് ലക്ഷ്മി അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഏട്ടനും എടുത്തി ഉടനെ വരും. അതിനു മുമ്പേ എൻ്റെ കുട്ടി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിട്ട് വാ. നളിനി പറയുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ തല കുലുക്കി. ലച്ചു. ദേവൻ വിളിക്കുന്നത് കേട്ട് ലക്ഷ്മി നളിനിയെ നോക്കി. നീ അങ്ങോട്ട് ചെല്ലു മോളെ, ഇല്ലെങ്കിൽ അവൻ നിന്നെ വിളിച്ചോണ്ടേയിരിക്കും. നളിനി ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മി വേഗം മുറിയിലേക്ക് നടന്നു. നീ എവിടെ പോയി കിടക്കുമായിരുന്നു ലച്ചുമേ? ദേവൻ മുറിയിലേക്ക് കയറി വരുന്ന ലക്ഷ്മിയെ നോക്കി ചോദിച്ചു. ഞാൻ അപ്പച്ചിയുടെ അടുത്തുണ്ടായിരുന്നു ദേവേട്ടാ. വേഗം ഒരുങ്ങി വാ, ക്ഷേത്രത്തിൽ പോണ്ടേ. ദേവൻ പറഞ്ഞുകൊണ്ട് ഒരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ ദേവേട്ടാ? ഇതെന്റെ ലച്ചുമക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. നീ ഇത് തുറന്നു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇത് എടുത്തോണ്ട് വരണം. ഇല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും എടുത്തിട്ട് വന്നാൽ മതി. ഞാൻ വെളിയിൽ നിൽക്കാം. ദേവൻ ലക്ഷ്മിയുടെ കയ്യിലേക്ക് ആ കവർ വച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശേഷം അവൻ ആ മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി. ദേവൻ പോയതും ലക്ഷ്മി ചെറു ചിരിയോടെ തൻ്റെ കയ്യിലെ കവർ തുറന്നു നോക്കി. മെറൂൺ നിറത്തിലുള്ള കസവുള്ള ധാവണിയും കരിമ്പച്ച ദുപ്പട്ടി. തൻ്റെ ഇഷ്ട നിറത്തിലുള്ള ധാവണി കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു. അവൾ വേഗം തന്നെ ധാവണിയെടുത്ത് നല്ല ഭംഗിയായി ഞൊറിഞ്ഞെടുത്തു. വെളിയിലേക്ക് ഇറങ്ങി വന്ന ലക്ഷ്മിയെ കണ്ട് ദേവന്റെ കുഞ്ഞിക്കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു. അവന്റെ കണ്ണുകളിലെ സന്തോഷവും ചുണ്ടിലെ ചിരിയും കണ്ട് ലക്ഷ്മിയുടെ ചുണ്ടിൽ നാണത്താലുള്ള ചെറു ചിരി വിരിഞ്ഞു. അവളുടെ ഉണ്ടക്കവിളുകൾ ചുവന്നു തൊടുത്തു. തന്റെ ചെറിയൊരു നോട്ടത്തിൽ പോലും തന്റെ പ്രണയിനിയിൽ ഉണ്ടാകുന്ന മാറ്റം ദേവന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. രണ്ടും കൂടി ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാതെ വേഗം ക്ഷേത്രത്തിൽ പോയിട്ട് വാ. നളിനിയുടെ ശബ്ദം കേട്ട് ദേവൻ അവരെ നോക്കി കണ്ണ് ചെമ്മി കാണിച്ച് ലക്ഷ്മിയുടെ കൈയും പിടിച്ച് വെളിയിലേക്ക് നടന്നു. ക്ഷേത്രത്തിലേക്ക് ഒന്നിച്ചു പോകുമ്പോഴും രണ്ടുപേരും മൗനമായി തന്നെ നടന്നു. ആ സമയവും ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം വാചാലമായിക്കൊണ്ടിരുന്നു. ക്ഷേത്രനടയിൽ ദേവി വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോഴും ലക്ഷ്മിയുടെ ഹൃദയം മന്ത്രിച്ചത് ഒരു കാര്യം മാത്രമായിരുന്നു. തൻ്റെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും തൻ്റെ മരണം വരെയും തന്നിലുണ്ടായിരിക്കണേയെന്ന്. ഈ ജന്മ അപ്രതീക്ഷിതമായി തന്നിൽ വന്നു ചേർന്ന തൻ്റെ പ്രണയം എല്ലാ ജന്മവും തന്നിലേക്ക് തന്നെ വന്നു ചേരണേന്ന്. എന്നും എൻ്റെ ലച്ചുവിൻ്റെ മുഖത്ത് ഈ സന്തോഷം നിറഞ്ഞു നിൽക്കാൻ അനുഗ്രഹിക്കണേ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണേ. ദേവന്റെ പ്രാർത്ഥന അതുമാത്രമായിരുന്നു. ലക്ഷ്മി ഭരണി, മഹാദേവൻ തിരുവാതിര. പൂജാരിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി പ്രസാദം വാങ്ങാനായി കൈ നീട്ടി. പ്രസാദം കയ്യിൽ വാങ്ങിയിട്ട് ഇലക്കീറിൽ നിന്നും കളപെടുത്ത് ലക്ഷ്മി ദേവന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു.
അതേസമയം ദേവൻ പ്രസാദത്തിലെ സിന്ദൂരം തൊടുവിരലിൽ പടർത്തി ലക്ഷ്മിയുടെ സീമന്തരേഖ ചുവപ്പിച്ചു. ഒപ്പം അവളുടെ നെറ്റിയിൽ അവൻ കളഭവും തൊട്ടുകൊടുത്തു. ലക്ഷ്മി ദേവന് ചിരിയോടെ നോക്കിക്കൊണ്ട് ഇലക്കീറിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ താഴിയിൽ തൊട്ടു. അവളുടെ പ്രവൃത്തി കണ്ട് ദേവൻ അവളെ ഉറ്റുനോക്കി. അവൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷം നിറയുന്നത് ദേവൻ അറിഞ്ഞു. അതേ, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഇങ്ങ് വാദേവേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. ക്ഷേത്രവളപ്പിൽ നിന്നും പാടവരമ്പിലൂടെ നടന്നു മുൻപോട്ട് പോകാനാഞ്ഞ ലക്ഷ്മിയെ ദേവൻ തടഞ്ഞു. അങ്ങോട്ടല്ല, ദാ ഇങ്ങോട്ടാ പോകേണ്ടത്. ദേവൻ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് മറ്റൊരു വഴിയിലേക്ക് നടന്നു. നമ്മളെന്തിനാ ദേവട്ട ഈ വഴി പോകുന്നേ? അതൊക്കെയുണ്ട്. നീ ഇപ്പൊ ചോദ്യമൊന്നും ചോദിക്കാതെ എൻ്റെ കൂടെ വാ. നിനക്കുള്ള ഉത്തരം ഉടനെ തന്നെ കിട്ടും. കുറച്ച് ചുവടുകൾ നടന്നു കഴിഞ്ഞപ്പോൾ താൻ മുൻപിൽ വന്ന് നിൽക്കുന്ന സ്ഥലം കണ്ട് ലക്ഷ്മി സംശയത്തോടെ ദേവനെ നോക്കി. ഇത് കലാക്ഷേത്രയല്ലേ? അതേലോ. നമ്മളെന്തിനാ ഇവിടേക്ക് വന്നേ? അതൊക്കെയുണ്ട്. നമുക്ക് ആദ്യം കലാക്ഷേത്രയുടെ അകത്ത് കയറാം. ദേവൻ ലക്ഷ്മിയെ കൂട്ടി കലാക്ഷേത്രയുടെ അകത്തേക്ക് നടന്നു. കലാക്ഷേത്രയുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ലക്ഷ്മിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. ചുറ്റിനും കേൾക്കുന്ന ചിലങ്കയുടെയും താളത്തിന്റെയും ശബ്ദം കാതുകളിൽ പതിയുമ്പോൾ ഉള്ളിലെവിടെയോ അടക്കി വെച്ച ആഗ്രഹം തന്നിൽ മുളച്ചു പൊന്തുന്നത് ലക്ഷ്മി അറിഞ്ഞു. ലക്ഷ്മി! ദേവന്റെ ശബ്ദം കേട്ട് ലക്ഷ്മി അവനെ നോക്കി. ദേ, ഇതാ രുക്മിണി ടീച്ചർ. കലാക്ഷേത്രയിലേക്ക് പുതുതായിട്ട് വന്ന ടീച്ചറാ. ഇനി മുതൽ നിന്റെ ഗുരുവാ. ദേവൻ ലക്ഷ്മിയുടെ കൈകളിലേക്ക് ദക്ഷിണ അടങ്ങിയ വെറ്റില വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. താൻ കേട്ടത് വിശ്വാസം വരാതെ ലക്ഷ്മി ദേവനെ ഞെട്ടലോടെ നോക്കി. എന്താ കുട്ടിയെ, വിശ്വാസമായില്ലേ? ദേവൻ ഇന്നലെ തന്നെ തൻ്റെ അഡ്മിഷനൊക്കെ റെഡിയാക്കി. തനിക്ക് ഒഴിവുള്ള ദിവസവും ശനിയും ഞായറും മാത്രം ക്ലാസ് വയ്ക്കാവോ എന്നും ദേവൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാ തനിക്ക് ഇന്ന് തുടങ്ങുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തന്നത്. രുക്മിണി ടീച്ചർ ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ ദേവനെ തേടി ചെന്നു. ഒപ്പം അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അത് കണ്ട് ദേവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് ലക്ഷ്മി ചിരിയോടെ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേവനെ നോക്കി. ആ സമയം അവൻ അവളെ നോക്കി ചിരിയോടെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. ടീച്ചറിന് ദക്ഷിണ കൊടുക്കില്ലച്ചു. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി തൻ്റെ കയ്യിലിരുന്ന ദക്ഷിണ തൻ്റെ മുൻപിൽ നിൽക്കുന്ന രുക്മിണി ടീച്ചർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ കാലിൽ തൊട്ട് തൊഴുതു. രുക്മിണി ടീച്ചർ അവളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ലക്ഷ്മി ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുമല്ലേ? അതെ ടീച്ചർ, അവൾ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. എങ്കില് അകത്തേക്ക് കയറി വാ കുട്ടിയെ. രുക്മിണി ടീച്ചർ വിളിക്കുന്നത് കേട്ട് ലക്ഷ്മി അവരെ നോക്കി. ടീച്ചർ, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ലക്ഷ്മി പറയുന്നത് കേട്ട് രുക്മിണി ടീച്ചർ അവളെയും ദേവനെയും നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അവരകത്തേക്ക് പോയതും ലക്ഷ്മി ദേവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. ദേവിട്ടാ! ലക്ഷ്മി ചിലമ്പിച്ച ശബ്ദത്തോടെ വിളിച്ചു. എന്താ ലക്ഷ്മേ? ദേവേട്ടിനെ എങ്ങനെ അറിയായിരുന്നു എനിക്ക് ഇത്? ലക്ഷ്മി ഇടർച്ചയോടെ ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളുടെ തലയിൽ തലോടി. എനിക്കറിയാം പെണ്ണെ, നിന്റെ മനസ്സിൽ നീ സൂക്ഷിച്ചു വെച്ച ആഗ്രഹമായിരുന്നു ഈ കാര്യം. ഞാൻ പണ്ട് അമ്മാവനോട് സംസാരിച്ചതുവാ. പക്ഷേ അമ്മാവൻ അതിന് സമ്മതിച്ചില്ല. അന്ന് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു, എന്ന് നീ എൻ്റേതാവുന്നു അന്ന് ഞാൻ നിന്റെ ഈ നൃത്തം എന്ന ആഗ്രഹം നടത്തി തരുമെന്ന്. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ നെഞ്ചിൽ ചുടു കണ്ണീർ പതിയുന്നതറിഞ്ഞ് ദേവൻ ഞെട്ടലോടെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. എന്തിനാ നീ കണ്ണു നിറയ്ക്കുന്നേ? നിന്റെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയില്ലെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ദേവൻ താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എൻ്റെ ലച്ചുമ്മ നല്ല കുട്ടിയായിട്ട് പോയി നൃത്തമൊക്കെ പഠിച്ചിട്ട് വാ. ഞാനിവിടെ കാണും, നിന്നെയും കാത്തു. ദേവൻ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അത് കണ്ട് ചിരിയോടെ ലക്ഷ്മി ദേവനെ നോക്കിയിട്ട് കലാക്ഷേത്രയുടെ അകത്തേക്ക് കയറിപ്പോയി. ഇതിനും മാത്രം എന്ത് പാപ എൻ്റെ കുഞ്ഞ് ചെയ്തത്? ഇവൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല കൃഷ്ണേട്ട. രേവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എല്ലാം വിധിയാ രേവതി, അതനുഭവിച്ചേ മതിയാവും. അല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല. കൃഷ്ണൻ വിഷമത്തോടെ പറഞ്ഞു. ഒരു പനി വന്നാൽ പോലും ചുരുണ്ടുകൂടി കിടക്കാത്തവൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന കാണുമ്പോൾ ചങ്ക് പൊട്ടുക.
അവൻ്റെ ശരീരം അനുഭവിക്കുന്നതിനേക്കാൾ വേദന എൻ്റെ മനസ്സ് അനുഭവിക്കുന്നുണ്ട്. രേവതി തന്റെ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. നിനക്ക് നിന്റെ സങ്കടം കരഞ്ഞെങ്കിലും തീർക്കാം, എനിക്ക് അതിനും കഴിയുന്നില്ലല്ലോ. നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് പോലും ഹരിതയോ അവളുടെ വീട്ടുകാരോ ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. അവനുമായിട്ടുള്ള ബന്ധം അറുത്തു മുറിച്ച് കളയാനിരിക്കുന്ന ഹരിത അവൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ അന്വേഷിക്കേണ്ട കാര്യം എന്താ? അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് നിർബന്ധം പിടിച്ചവനല്ലേ ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വീഴ്ച അവൾക്ക് സന്തോഷം മാത്രമേ നൽകൂ. എല്ലാം കൊണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നല്ലോ ഈശ്വര. രേവതി വിഷമത്തോടെ പറഞ്ഞു. അവൻ്റെ ജീവിതം തകർന്നതിൽ നമുക്കും പങ്കുണ്ട് രേവതി. ജാതകപ്പൊരുത്തവും ആയുസ്സും ഒക്കെ നോക്കി നമ്മൾ പല കണക്ക് കൂട്ടലുകളും നടത്തിയിട്ടും എല്ലാം പാളിപ്പോയി. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത ആ പാവം പെൺകൊച്ചിനെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. സ്വന്തം ആത്മാർത്ഥ സുഹൃത്താണെന്ന് പോലും ഓർക്കാതെ ഞാൻ എന്തൊക്കെയാ രാമനെ പറഞ്ഞത്. അവരെയൊക്കെ നമ്മൾ ഒത്തിരി വിഷമിപ്പിച്ചു. അതാ നമ്മുടെ മോൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. കൃഷ്ണൻ പറയുന്നത് കേട്ട് രേവതി തൻ്റെ ചിന്തകളിലായിരുന്നു. നീ ഇവിടെ കെട്ടാമങ്കയായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. താലി കെട്ടുന്നവനെ വായിലിടാനിരിക്കുന്ന നിന്നെപ്പോലെ ഉള്ളതിനെയൊക്കെ ആര് കെട്ടാനാ? നിന്റെ ഈ ഭാഗ്യക്കേട് ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നീ അവനെ കൊലയ്ക്ക് കൊടുക്കില്ലായിരുന്നു. രേവതി പറയുന്നതൊക്കെ കേട്ടിട്ടും നിറകണ്ണുകളോടെ നിന്നതല്ലാതെ ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. അന്ന് ക്ഷേത്രവളപ്പിൽ വച്ച് താൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും പറയാതെ തന്നെ കലങ്ങിയ കണ്ണുകളോടെ നോക്കിയ ലക്ഷ്മിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരുന്ന പോലെ രേവതിക്ക് തോന്നി. അവളെ വേദനിപ്പിച്ചതിനാണോ ഈശ്വര നീ എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്? രേവതി തൻ്റെ മനസ്സിലോർത്തു. നീ ഇങ്ങനെ എടുത്തിയാടുണ്ടായിരുന്നു ഹരിത. വിവേക് ഗൗരവത്തോടെ പറഞ്ഞു. നീ എന്തൊക്കെയാ വിവി പറയുന്നേ? എത്ര നാളെന്ന് വെച്ചാൽ ഞാൻ എല്ലാം സഹിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കുന്നത്. എനിക്ക് ഇനിയും നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എനിക്ക് നിന്റെ കൂടെ ഇനിയും എന്നും ജീവിക്കണം. ഹരിത പറഞ്ഞുകൊണ്ട് വിവേകിനെ പുണർന്നു. എന്നാൽ അവൻ്റെ കൈകൾ അവളെ തിരികെ പുണർന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിക്കണം വിവി. നിന്റെ പേര് കൊത്തിയ താലി എനിക്ക് അണിയണം, അതും എത്രയും പെട്ടെന്ന്. ഹരിത പറയുന്നത് കേട്ട് വിവേക് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. നീ എന്തൊക്കെയാ ഹരിത ഈ പറയുന്നേ? വിവാഹം കഴിക്കാനോ? വിവേക് ചോദിക്കുന്നത് കേട്ട് ഹരിത അവനെ സംശയത്തോടെ നോക്കി. അതെന്താ വിവി നീ അങ്ങനെ ചോദിച്ചത്? നിനക്കെന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലേ? അതല്ല മോളെ ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാലല്ലേ നമുക്ക് വിവാഹം കഴിക്കാൻ കഴിയൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. വിവേക് ഹരിതയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് ഹരിതയുടെ മുഖത്ത് സന്തോഷത്തോടെയുള്ള ചിരി വിരിഞ്ഞു. എന്നാൽ ആ സമയം വിവേകിൻ്റെ മനസ്സിൽ മറ്റു പല ചിന്തകളുമായിരുന്നു. തുടരും.